വെൽക്കം ടു ഡേ 2 ബ്ലോഗ് സീരീസ് 5. ഇനി നമ്മൾ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ഒരു സ്റ്റേക്കേഷൻ കാണിക്കും എന്ന് പറഞ്ഞ് കുറേ ആയി പറഞ്ഞു പറ്റിക്കുന്നു. പക്ഷേ ഈ വ്ളോഗിൽ ഇത് സാധ്യമായി. നോക്കിക്കോളൂ. അങ്ങനെ ഗോഡസിൻ്റെ സ്വർഗ്ഗ റിസോർട്ട് ഗ്രീൻ ലീഫിലേക്ക് എത്തിയേ. വെൽക്കം ടു മൈ സ്റ്റേക്കേഷൻ വ്ളോഗ് ഡിയർ. റോഡ് ക്രോസ് ചെയ്ത് സിഗ്നൽ അങ്ങനെ ഗോഡസ് ഡേ 2 സ്റ്റേക്കേഷനിലേക്ക് എത്തി. ഇറങ്ങുവാണ് ഷടകത്തിൽ നിന്ന്. ചന്ദ്രചേട്ടന് ബായ്. ഇനി ബാക്കി നിങ്ങൾ വരൂ എന്നോടൊപ്പം. അത് ഫുള്ളേ വെക്കില്ല அந்த കവറൊക്കെ ഇറക്കി വിട്ടോ. கொஞ்சம் பெரிய கவரா இருந்தா ஆனா அவன் அங்கேருந்து வருമ്പോ ഇത്തന ഷോപ്പിംഗ് ഇല്ലേ? ഇത്തന ഷോപ്പിംഗ്. ഓക്കേ. So we are into our resort reception. Yeah, I booked a room. Name? Sindhuja. Yesterday called. Yeah. നമ്മൾ റിസപ്ഷനിലേക്ക് പോകുന്ന കുറേ ടൂർ സൈറ്റിംഗ് പ്ലേസസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നു ഡേ 2. മോർണിംഗിൻ്റെ ഞാൻ എടുത്തില്ല. ഇതാ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്. കയറി നോക്കാം. മോർണിംഗ് ഞാൻ രാമേശ്വരത്തെ ശ്രീ ഗുരു റെസ്റ്റോറൻറ്റ് നമ്മുടെ ഈസ്റ്റ് നടയിൽ ഈസ്റ്റ് ഗേറ്റിലുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് ഇഡലി. അത് റെക്കോർഡ് ചെയ്തില്ല. സോ നമ്മുടെ ഗ്രീൻ ലീഫ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്യുന്ന ഇച്ചിരി ടാസ്ക്കാണ്. ഹൈവേ ആണ്. അവിടെയാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഡേ 2. ഓക്കെ. അങ്ങനെ ഒരു അടിപൊളി താലി ഞാൻ ഓർഡർ ചെയ്തു മീൽസിൻ്റെ. ഇന്നത്തെ ലഞ്ച് ഞാൻ ധനുഷ്കോടി നമ്മുടെ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കടയിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ സ്റ്റീംഡ് റൈസാണ്. നമ്മുടെ ചെമ്പാടി റൈസ് ഒന്നും ഇല്ല. ബട്ട് അത്യാവശ്യം സൗത്ത് ഇന്ത്യൻസിന് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ ഫുഡ്. ഇതവരുടെ നോൺ വെജ് മീലാണ്. അത്യാവശ്യം ഒരുപാട് കറീസ് ഉണ്ട്. ഞാനിത് ഒഴിച്ച് നോക്കട്ടെ. മീനാണ്. നോർമലി ഒരു മീൻ നോൺ വെജിൻ്റെ കൊടുത്ത് വരും. എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു സ്ക്വിഡ് മേടിച്ചു. പ്രോൺ. ആ നോൺ വെജിൻ്റെ കൂട്ടത്തിൽ മീൻ കറി ഉണ്ട്. പക്ഷേ ഞാൻ എക്സ്ട്രാ സ്ക്വിഡ് കണവയാണ് മേടിച്ചത്. പ്രോൺ അല്ല കേട്ടോ. പറഞ്ഞപ്പോൾ മാറിപ്പോയി. എന്തോ ഒരു ചെറിയ മീനാണ് കേട്ടോ. ആക്ച്വലി ആ ഹോട്ടലിലെ ട്രീറ്റ്മെൻറ്റ് നല്ലതായിരുന്നു. ഒരു റാണിയെ പോലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പിന്നെ കേര മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരയുടെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. അദ്ദേഹം കൊണ്ടൊന്ന് ഫോട്ടോ ഒക്കെ കാണിച്ചു. നമ്മൾ കേരളൈറ്റ് ആണെന്ന് നമ്മുടെ തമിഴ് കേൾക്കുമ്പോൾ അറിയാം. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഓണറിൻ്റെ ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ. നിങ്ങളെല്ലാം ഊണ് കഴിച്ചോളേ. ഞാനിത് കൂന്തല് നമ്മുടെ സ്ക്വിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണവയാണ് ഈ കൂന്തലെന്ന് പറയുന്നത്. കണവ ടേസ്റ്റ് വേണോ? കേസരി നേരത്തെ ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റ്.
എല്ലാവരും പറയും രാമേശ്വരത്ത് വന്ന കേസരി വേണോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും പറയും രാമേശ്വരത്ത് വന്നാൽ കറുക്കുമെന്ന്. എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ കയ്യിലെടുത്തതുകൊണ്ട് കറുത്തിട്ടില്ല. So everybody will say in Rameshwaram after Dhanushkodi trip and all, I will become dark, but I haven't become dark thanks to my secret skincare products. Let me finish this. Now I am adding this one, this curry. പടവലങ്ങ പോലെ എന്തൊരു കറിയാണ്. ഞാൻ ലഞ്ച് ഫിനിഷ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഡേ 2 ലഞ്ച്. പിന്നെ വെള്ള മോര്, രസം, സാമ്പാർ, എന്തൊക്കെയോ ഇതൊക്കെ കുറേ കറീസ്. ഇനി ഞാൻ അടുത്ത കറി ചിക്കൻ്റെ ചാറുണ്ടായിരുന്നു, ഫിഷ് ചേരി എന്ന് പറയുന്ന മീൻ ഉണ്ടായിരുന്നു, അടുത്ത് മോരാണ്. പിന്നെ നമ്മുടെ രസം. രസമാണ് കേട്ടോ അത്. രസമല്ല, അത് മട്ടൻ്റെ ചാറായിരുന്നു. സോറി, ഇതാണ് രസം. രസം വലിയ ഗുണമില്ല. നോൺ വെജിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മട്ടൻ്റെ ചാറ്, ഇറച്ചിയുടെ ചാറ്, ചേരി, മീൻ, ഇന്ന് അതായിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ കറി, രസം, സാമ്പാർ, വെള്ളമോര്, പിന്നെ കേസരി. ഇനി കുറച്ച് ചോറും കൂടെ ഉണ്ട്. അത് ഞാൻ കൂന്തൽ മീൻസ് നമ്മുടെ കണവ, അത് ഫിനിഷ് ചെയ്തത്. അതുമായിട്ടൊരു പിടി പിടിക്കട്ടെ. അപ്പം എൻ്റെ ഒരു മിനിറ്റ്. വാട്ട് ഈസ് ദിസ് റെസ്റ്റോറൻറ്റ് നെയിം? ബട്ടദാരി. ഞാൻ തിന്നുന്നത് പട്ടത്താരി ബിരിയാണി ആൻഡ് കാറ്ററിംഗ് ഇതിലാണ്. പക്ഷെ നല്ല ഫുഡ് നല്ലതാണ്. രസം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. രസത്തിന് മാത്രം എനിക്ക് വലിയ അഭിപ്രായമില്ല, ബാക്കിയെല്ലാം കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ ഈ കൂന്തൽ നമ്മുടെ കണവ ഫിനിഷ് ചെയ്യട്ടെ. എന്താ കണവ ഇട്ടൊരു പിടിയാണ്. കണവ ആരാ? നമ്മളും കേരളീയരും. നല്ല ടേസ്റ്റാണ്. ഫിനിഷ് ചെയ്യട്ടെ. പിന്നെ ഒരു പായസവും കൂടി ഉണ്ട്. പായസം തൈരാണെന്ന് തോന്നുന്നു, ഞാൻ കുടിച്ചിട്ട് പറയാം. മോരല്ല, പാൽപ്പായസമാണ്. പാൽപ്പായസമാണ് കേട്ടോ, സേമിയ. ഡേ 2 ലഞ്ച് വ്ളോഗ്, സമ്മർദ്ദമായ ലഞ്ച് വ്ളോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗ്ലാംബോടെ സുന്ദരിയെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലിൽ നന്നായിട്ട് ഷെയർ ചെയ്ത് റീച്ച് ആക്കണം. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.
ഇനി ഒരു അടിപൊളി ഒരു ബ്ലോഗാണ് അടുത്തത്, അതിൽ കാണാം. അതുവരെ നിങ്ങളുടെ ഗോഡസ് പോകുന്നു. ഹോട്ടലിൻ്റെ മെനു കാർഡും പേരും ഞാൻ കാണിച്ചില്ല. ധനുഷ്കോടി വരുമ്പോൾ നിങ്ങൾ ഇവിടെ വരിക. രസം ഇച്ചിരി കൊള്ളത്തില്ല, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നോൺ വെജ് റെയറായിട്ടല്ലേ കിട്ടൂ. ക്ഷേത്രങ്ങൾ ഇരിക്കുന്നുണ്ട്, അതിന് ഈ കട നല്ലതാണ്. നോൺ വെജ് ലവേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ ഹോട്ടൽ നെയിം, പട്ടത്താരി ബിരിയാണി കാറ്ററിംഗ്. സോ നമ്മൾ ഫുഡ് അടിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗോഡസിൻ്റെ ലുക്ക്? അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഗ്രീൻ ലീഫ് റിസോർട്ടിലേക്ക് പോകുവാണ്. സോ സത്യം നമ്മുടെ കേരളത്തിനെക്കാട്ടി ഇവിടെ ഇങ്ങനത്തെ ഇട്ട് ധരിക്കാനുള്ളൊരു ലിബേർട്ടി ഇവിടെ വെരി മച്ച് എൻജോയ്. ഇതാണ് നിങ്ങളുടെ ഗോഡസിൻ്റെ Day 2 റിസോർട്ട്, ഗ്രീൻ ലീഫ് റിസോർട്ട്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. സോ എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ, അകത്തോട്ട് ഞാൻ കയറി പോകുമ്പോൾ എടുക്കാം. കണ്ടോ, നല്ല ലുക്കാണ്. ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഞാൻ കുട യൂസ് ചെയ്യുന്നത്. വെയിൽ കഴിയുമ്പോൾ ഞാൻ കുട എന്ത് ചെയ്യാം, താക്കാം. വൈകിട്ട് ഞാൻ കുടയില്ലാതെ എടുക്കാം. നിങ്ങളുടെ ഗോഡസിൻ്റെ സ്റ്റേ ഇവിടെയാണ്. ഈ ഭംഗിയുള്ള റിസോർട്ടിലെ പൂളുണ്ട്, പൂള് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി പൂളാണ്. ഇവിടെയൊക്കെ ഞാൻ ഇറങ്ങും, കാണിച്ചു തരാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് വെയിൽ താന്നിട്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ആർക്കും ഉണ്ട്, കണ്ടോ. ഒരു അടിപൊളി പാർക്കുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സോ ഇന്ന് സിന്ധുജ ഒരു പുതിയ സ്റ്റേക്കേഷനിലാണ്. സോ Day 2 നമ്മുടെ സെക്കൻഡ് സ്റ്റേക്കേഷൻ വരുന്ന ഗ്രീൻ ലീഫ് റിസോർട്ടാണ്. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒരു കുടയൊക്കെ ചൂടി, കാരണം ഉച്ച സമയത്താണ്. രാമേശ്വരത്തും ധനുഷ്കോടിയിലും പാറി പറന്ന് നടന്നെങ്കിൽ പോലും എൻ്റെ സ്കിന്നിനൊക്കെ ഇപ്പോഴൊരു ഗ്ലോ ആണ്, താങ്ക്സ് ടു മൈ സ്കിൻ കെയർ പ്രോഡക്ട്സ്. പിന്നെ എൻ്റെ സിന്ധുജ സാരി ഫാൻസിയുടെ പേജിനകത്താണ്, ഈ ഇൻസ്റ്റയ്ക്കകത്ത് ഈ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യുക. സോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ധനുഷ്കോടി Day 2 ലുക്ക്? അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. സോ ഇതാണ് ഞാൻ നിൽക്കുന്ന പ്രോപ്പർട്ടി, Day 2 ഗ്രീൻ ലീഫ് റിസോർട്ട്സ് എന്നാണ് അതിൻ്റെ പേര്. സോ ഇത് നമ്മുടെ ധനുഷ്കോടി മെയിൻ ഹൈവേ റോഡിൻ്റെ സമീപത്താണ്. സോ പ്രോപ്പർട്ടിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വാട്ടർ ബോട്ടിലുണ്ട്, ഡെന്റൽ കിറ്റ്, പേസ്റ്റും സോപ്പും ഒരു ബ്രഷും, പിന്നെ ഓഫ് കോഴ്സ് ഒരു ടവലുണ്ട്. ഇതവർ പ്രൊവൈഡ് ചെയ്തതാണ്. സോ ഇത്രയും സ്പേഷ്യസ് ആണ്. ഇതിനൊരു T1 റൂമിന്റെ സെറ്റപ്പാണ് പറയുന്നത്. സോ ഇവിടെ എനിക്ക് ഗ്രീൻ ലീഫിനോട് താങ്ക്സ് പറയാനുള്ളത്, ഞാനൊക്കെ നിലവിൽ ഒരു സോളോ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ പോലും എനിക്കൊരു വിശ്വസിച്ച് റൂം തന്നു. സാധാരണ ഇവിടെ നിങ്ങൾക്ക് ആർക്കും തരൂല, അതായത് സിംഗിൾ ആയിട്ട് വന്നാൽ. പിന്നെ അതാ ഒരു വിൻഡോ, അതിൽ കർട്ടൻ ഫുൾ പ്രൂഫാണ്. ഡോറിനൊക്കെ അത്യാവശ്യം 2 ലോക്കുണ്ട്. ഇവിടെയും ഉണ്ട്, തുണികളൊക്കെ ഇടാൻ ഹാങ്ങർ സെറ്റപ്പ്. പിന്നെ അതായത് ടിക്ടോക്ക് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആയി. ക്രോസ് ലോക്കും ഇതുമാണ്. സോ ഈ പ്രോപ്പർട്ടി, ഈ ജെഗിങ്സും ടോപ്പും എൻ്റെ തന്നെ ഇറക്കുമതിയാണ്. സിന്ധുജ സാരി ഫാൻസി സ്റ്റുഡിയോയുടെ പേജിൽ ഞാൻ ഇറക്കിയതാണ്. പിന്നെ വരുന്ന സംഭവം നല്ലൊരു കിങ് സൈസ് ബെഡ്, 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരാളാണെങ്കിൽ 2 പേരുടെ കാശ് കൊടുക്കണം. അതിപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം നമുക്ക് റൂമും വേണം. അപ്പോൾ അവർ പറയുന്ന കണ്ടീഷനിൽ നിൽക്കണം. ഒരു TV ഉണ്ട്, ഫോൺ, ഇന്റർകോം ഉണ്ട്, പിന്നെ അത്യാവശ്യം ഒരു അലമാരി ഉണ്ട്. എൻ്റെ സാധനമൊക്കെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന ബാക്കി സാധനങ്ങൾ. പിന്നെ ഒരു സോഫയുണ്ട്. അത്യാവശ്യം ഇവിടെ ഇരുന്ന് റീൽ ഷൂട്ട് ചെയ്യാം. എനിക്കിനി അതാണ് പരിപാടി. Day 2 ഞാൻ ട്രിപ്പ് കുറച്ചു. രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ പോയി. ബാക്കി ഇവിടെ പൂളുണ്ട്, പുറത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു മിററ്, പിന്നെ നോക്കിക്കിട്ട് നല്ല അടിപൊളി ബാത്റൂം. നമുക്ക് അത്യാവശ്യം ഒരു ഹീറ്റർ ഉണ്ട്, കാണുന്ന ഹീറ്റർ കാണാലോ നിങ്ങൾക്ക്. ഇത് ഹീറ്റർ. ഇവിടെ ഉണ്ടൊരു മിറർ.
ഓഡോമോളിൻ്റെ റൂം ഫ്രഷ്നർ ഹാങ്ങർ ഉണ്ട്. പിന്നെ മറ്റേ ഇത് പ്രസ് ടൈപ്പ് ഹാൻഡ് പൈപ്പ് ആ സാധനമുണ്ട്. ഇത് അറിയാമല്ലോ, സോപ്പിൻ്റെ സ്റ്റാൻഡ്, ഷവറ്, പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട്, ഫ്ലഷ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്, വേസ്റ്റ് ബിൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെന്റിലേഷൻ ക്ലോസ്ഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല. സോ വാഷ് ബേസിനും ഉണ്ടായിരുന്നു. സോ അത്യാവശ്യം ഈ പ്രോപ്പർട്ടി ഞാൻ നെറ്റിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. സോ ഐ എം വെരി ഹാപ്പി. ഇനി വെയിൽ താഴ്ന്നു, ഇപ്പൊ ഇവിടുത്തെ മണി 2 മണിയായി. വെയിൽ താഴ്ന്നതിന് ശേഷം എനിക്ക് പുറത്തോട്ടൊക്കെ പോയി, ഞാൻ ഓൾറെഡി കൊട ചൂടി ഞാൻ കുറച്ച് ബ്ലോഗ്സ് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ പുറത്തെ പ്രൊഡ്യൂസേഴ്സിന്റെ. കുറച്ചുകൂടെ നന്നായിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യാം, എന്റെ പരിമിതിക്കുള്ളിൽ ഞാൻ എടുക്കാം. സോ എങ്ങനെയുണ്ട് എൻ്റെ ധനുഷ്കോടി ലുക്ക്? കൊള്ളാമെന്ന് വിചാരിക്കുന്നു, കമന്റ് ചെയ്യുക. പിന്നെ ഈ ഡ്രസ്സ് എൻ്റെ തന്നെ ഇറക്കുമതിയാണ്. സോ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഡ്രസ്സസിന് എൻ്റെ ഇൻസ്റ്റയിൽ 2 ID ഉണ്ട്. ഒന്നിൻ്റെ എന്റർടൈൻമെന്റ് ഡപ്പാങ്കൂത്ത് ID ആണ്, അതായത് ഇൻസ്റ്റാഗോഡ സിന്ധുജ മെയിൻ ID. പിന്നെ ഒരെണ്ണം വരുന്നത് Sindhuja_Saree_Fancy_Studio എന്ന് പറഞ്ഞ പേര്. എനിക്ക് സാരി ഫാൻസ് അതിൽ മെൻസിനുള്ള വേറെ എല്ലാ കാര്യങ്ങളും സിന്ധുജ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും മേടിച്ച് സഹകരിക്കുക, നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക. സോ ഈ വ്ളോഗിൽ ഞാൻ കുറേ പേര്, അതായത് ഒരാളെ ഞാൻ ഗിവ് അവേ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്, പക്ഷെ ആരും വന്നില്ല. സോ നിങ്ങൾക്ക് ആണ് നഷ്ടം, കാരണം ഞാൻ ഇത്രയും നല്ലൊരു സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള, പിന്നെ AC ഉണ്ട്, വോൾട്ടാസിന്റെ AC. സോ ഇതൊക്കെ കൊണ്ടുവരാന്ന് പ്രതീക്ഷിച്ച് എന്നെ ഫോളോ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. പക്ഷെ അഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. മൂകാംബിക വന്നപ്പോൾ കിട്ടിയിട്ടില്ല. സോ എനിക്കിത് Day 2 ആണ് നമ്മുടെ ധനുഷ്കോടി. രാമേശ്വരൻ ഭഗവാനെ ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, രാമേശ്വരൻ ചുമ്മാ വിളിച്ചു, സോറി. ഭഗവാനെ ഞാൻ ആദ്യമേ പോയി കണ്ടു, ഇന്നും ഞാൻ ഒരു നോക്ക് കണ്ടു രാവിലെ. പിന്നെ ഇവിടെ വരുമ്പോൾ ഡ്രസ് കോഡ് കോണ്ടാക്ട് പാലിക്കണം. ഞാൻ രാമേശ്വരത്ത് പോയപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ബ്ലോഗ് ഇറങ്ങുമ്പോൾ കാണാൻ അമര്യാദയായിട്ടുള്ള ഡ്രസ്സോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിൽ മര്യാദക്കേടില്ല, ഇത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ഇടണമെന്നുള്ളത്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റിലൂടെ ഔട്ടിംഗ് ഒക്കെ പോയത്. സോ ധനുഷ്കോടിയിലെ ആൾക്കാർ നമ്മളെ അങ്ങനെ, ഇവിടെയും ലോക്കൽ ആൾക്കാരുണ്ട്, ദേ വിൽ സ്റ്റെയർ യു ലൈക്ക് എനിത്തിങ്, ബട്ട് ഐ ഡോണ്ട് മൈൻഡ്, ഇറ്റ്സ് മൈ ലിബർട്ടി. എൻ്റെ നാട്ടിലെ ആൾക്കാർ സ്റ്റെയർ ചെയ്തതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ് ഇവറ്റുകൾ സ്റ്റെയർ ചെയ്തത്. കാരണം ദേ ആർ ലുക്കിംഗ് ലൈക്ക് സം ആക്ട്രസ് ഈസ് കമ്മിങ് ഓർ സം ബ്ലോഗർ, സോ കോൾ പബ്ലിക് ഫിഗർ. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ സോഷ്യൽ മീഡിയാസിൽ. അപ്പം ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഐ എം മച്ച് മോർ പ്രിവിലേജ്ഡ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കെയർ തരുന്നുണ്ട്, പരിഗണന തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല. സോ അത് അവനവന്റെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാവർക്കും വില കുറവല്ലേ സാധാരണ, അതുകൊണ്ടല്ലേ മലയാള ഇൻഡസ്ട്രിയിലുള്ളത് തമിഴിൽ പോകുന്നത് ആക്ട് ചെയ്യാനൊക്കെ. സോ അതാണ്. ഇനി ഞാൻ കംപ്ലീറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ റൂം താരിഫും റേറ്റ് പറയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ഞാൻ ഇനി പറഞ്ഞ പിന്നെ നോ സ്മോക്കിംഗ് റൂമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് താരിഫ് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്യുക എൻ്റെ സോഷ്യൽ മീഡിയാസിൽ. നിങ്ങൾ ധനുഷ്കോടി വരുമ്പോൾ ഇച്ചിരി ചില്ലാവാൻ പറ്റുന്ന ഒരു റൂം, മീൻസ് സ്മോക്കിംഗ് ഒന്നും പറ്റൂല, തണ്ണിയൊന്നും പറ്റൂല. അതല്ലാതെ നിങ്ങൾക്ക് വന്ന് ചില്ലാവണം. ഇവിടെ ധനുഷ്കോടി വരുമ്പോൾ ഇവിടെ നിൽക്കണം പ്രോപ്പർട്ടി വന്നാൽ, അല്ലാതെ ഇവിടെ ബാഗ് വെച്ചിട്ട് നമ്മൾ വീണ്ടും കുറച്ച് എന്തെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും. സോ ഞാനിന്ന് കഴിച്ചിട്ട് ഫുൾ ഇവിടെ നിൽക്കുമായിരുന്നു. ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ റെസ്റ്റോറൻറ്റ് ഇല്ല, ഇൻ ഹൗസസ് പുറത്തേക്ക് പോയി. പിന്നെ സിംഗിളായിട്ട് ഇപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് തന്നു, ബീങ് എ വ്ളോഗർ ആൻഡ് ഓൾ. മറ്റുള്ളവർക്ക് ഇനി റൂൾ മാറ്റുമോ എന്നുള്ളത് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട്, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും തരാം, വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. വരുമ്പോൾ എൻ്റെ പേര് പറയുക, വ്ളോഗർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയ എൻ്റെ സിന്ധുജയുടെ പേര് പറയുക. സോ ദേ വിൽ റെക്കഗ്നൈസ് യു ഈസിലി. പിന്നെ ഇനി പുറത്തുള്ളതൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇറങ്ങുന്നതും സ്വിമ്മിംഗ് പൂളിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ബ്ലോഗ് ഉടനീല കാണുക. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി ഫുള്ളാകും. എൻ്റെ അല്ല, ഐഫോണിൻ്റെ. പിന്നെ എനിക്ക് ബാക്കിയൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എൻ്റെ പരിപാടി വെയിൽ താഴ്ന്നവരെ വ്ളോഗുകൾ ഓരോന്നോരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് കയറ്റുക. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഓരോ ദിവസം ചെയ്യാനാണ് പ്ലാൻ, പക്ഷേ എൻ്റെ മെമ്മറി ഫുള്ളാവുന്നു, മീൻസ് അഗെയിൻ സ്റ്റോറേജ് മെമ്മറി ഫുള്ളാവുന്നു. സോ അത് പെട്ടെന്ന് റിലീസ് ഡിലീറ്റ് ചെയ്ത് എനിക്ക് വീണ്ടും അടുത്ത് എന്ത് ചെയ്യാം, റെക്കോർഡ്സ് ചെയ്തുകൊണ്ടിരിക്കാം. So actually this was a mini vlog on my staycation. It's one of the premium resorts in Dhanushkodi. So I'm very privileged that I am here. Thanks to all my subscribers in Insta. And in YouTube the monetization has not yet started, but still please give me earnings inside YouTube so that I can enjoy the world and you can also enjoy through my. ഞാൻ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എൻ്റെ വ്ളോഗുകളിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. സോ അതാണ്. സോ ദിസ് വാസ് എ ക്യൂട്ട് സ്മോൾ സ്റ്റേക്കേഷൻ വ്ളോഗ് in Day 2 at Dhanushkodi. So I have recorded the surroundings with the help of an umbrella because it's very hot. In fact, inside this hot condition also I am not that much tan, thanks to my skincare products and the way I am treating my skin. So more of the swimming pool walking experience and all I will let you know. Stay tuned and keep on watching this vlog without skipping. Bye.
സോ ഇപ്പം മണി ഏകദേശം ഒരു 4 കുറച്ചൊരു വെയിൽ, വൈകിട്ടത്തെ ഇളവെയിലൊക്കെ കൊള്ളാം. അപ്പം ഞാൻ നമ്മുടെ പാർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്, എൻ്റെ സ്വന്തം അല്ല നമ്മുടെ റിസോർട്ടിൻ്റെ. ഇന്ന് എൻ്റെ സ്വന്തം റിസോർട്ടാണ്. ഒരു ഊഞ്ഞാലുണ്ട്, അത് ഇരുന്ന് ഞാൻ ആടി. നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ ഈ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഗോഡസിൻ്റെ ഒക്കെ കുട്ടിത്തം വരും. അപ്പുറത്തിരുന്ന് ആ റിസപ്ഷനിൽ കണ്ടത് ഓണറാണ് ആ റിസോർട്ടിൻ്റെ. ഓക്കെ, സോ അദ്ദേഹമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ബട്ട് നോട്ട് ആൻ ഇഷ്യൂ. ഞാൻ പേ ചെയ്ത് എൻജോയ് ചെയ്യാൻ വന്ന റിസോർട്ട്. ഇനി വേറൊരു കോമഡി, പൂളിൽ പോലും ആരും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞാനല്ലാതെ. ഓരോരുത്തർക്കും ഓരോരോ ചിൽ മോഡല്ലേ. എനിക്ക് പൂള് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പൂളിലൊക്കെ ഇറങ്ങി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ഒരു റിസോർട്ട് വ്ളോഗാണ്. ഇൻഫാക്റ്റ് ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ ഒരു ടാർഗറ്റാക്കി വെച്ചിരുന്ന ലക്ഷ്യമാണ്, അത് സാധിക്കാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച്. പിന്നെ ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് വിപുലീകരിച്ചാൽ ഇതൊക്കെ മേലെ നമുക്ക് പോകാം, ഇൻ്റർനാഷണൽ ട്രിപ്സ് അങ്ങനെ. പിന്നെ അത് പാർക്ക്, ഗാർഡനിൽ നിങ്ങളുടെ സുന്ദരിയായ ഗോഡസ്. പൂളും ഞാൻ കാണിച്ചുതരാം. ഹട്ട് ടൈപ്പും ഉണ്ട്, പക്ഷെ അത് ലോ ബഡ്ജറ്റാണ് ഇവിടെ കാണുന്നത്. സോ ഗോഡസിന് എപ്പോഴും ഹൈ എയിം ചെയ്യണം, ഹൈ ഗോൾസ് അറ്റൈൻ ചെയ്യണം എന്നൊരു ചിന്താഗതിയുള്ള ആളാണ്. നമുക്ക് കിട്ടുന്നത് കിട്ടാത്ത രണ്ടാമത്തെ കാര്യം. പക്ഷേ എൻ്റെ ലൈഫിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു യുണീക്ക് വ്ളോഗാണ്. സോ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. T2 ഹട്ടാണ് നമുക്ക് കിട്ടിയത്. പൂളിൻ്റെ കുറച്ച് സൈഡിലായിട്ട്. പൂള് പക്ഷേ കോമൺ ആണ്. നേരത്തെ ഞാൻ അകത്തെ ക്ലിപ്സും ബിറ്റ്സുമാണ് എടുത്തത്. ഇത് പുറമേ എന്നുള്ളതാണ് റൂമിനെ സംബന്ധിച്ച്. സോ എനിക്കെന്തായാലും എൻജോയബിൾ ആയിരുന്നു. ഞാൻ വാക്ക് പാലിച്ചു. പലയിടത്തൊരു റിസോർട്ട് വ്ളോഗ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞാൻ വാക്ക് പാലിച്ചു. സോ ദാറ്റ് ഈസ് ദ തിങ്. ഐ എൻജോയ്ഡ് എ ലോട്ട് ടു ബി ഫ്രാങ്ക്. സോ ഇനി ഒരു വിസിറ്റ് വരേണ്ടി വന്നാലും ഞാൻ തീർച്ചയായിട്ടും ഗ്രീൻ ലീഫിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പൂൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എങ്ങനെയെങ്കിലും എനിക്ക് പൂളിലിറങ്ങി കുറച്ച് എക്സ്പേർട്ട് ആവണം. വാട്ടറുമായിട്ടുള്ളൊരു ഇൻഹിബിഷൻ മാറ്റിയെടുക്കണം. വാട്ടറുമായിട്ട് മച്ചാ കമ്പനി ആവണം. സോ പൂൾ റിസോർട്ട്സിൽ എവിടെയെങ്കിലുമൊക്കെ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രൊമോസിനോ കൊളാപ്സിനോ വിളിക്കാം. ഐ ലവ് സ്പെൻഡിങ് മൈ ഗുഡ് ടൈം വിത്ത് ഗുഡ് മെമ്മറീസ് ഇൻ ദ റിസോർട്ട്സ്. ഇനി വരൂ, വെയിൽ താന്നിട്ട് പൂളിലേക്കൊരു വിസിറ്റ്. എന്ത് ഭംഗിയാണ് ആ പൂള്, കണ്ടോ. 3 feet 4 inch എന്തേ ഉള്ളൂ. അത്യാവശ്യം ഒരു ബിഗിനർ ലെവൽ ആൾക്കാർക്കൊക്കെ ഒരു പൂളിൽ ഇറങ്ങാനുള്ളൊരു ടെൻഷൻ മാറ്റാനൊക്കെ പറ്റിയത്. അത്യാവശ്യം വെള്ളം ഉണ്ട് അതിനകത്തും. പിന്നെ സ്ലിപ്പാകാതെയൊക്കെ നോക്കണം. പിന്നെ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവർക്ക് മറ്റേ സാധനം ഫ്ലോട്ടിംഗ് ട്യൂബ് അവിടെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഇറങ്ങാം. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി സൗത്ത് പാർക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഓരോ പൂളിനും ഓരോ ഡെപ്താണ്. സോ ഇൻഹിബിഷൻസൊക്കെ മാറ്റി നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാധിക്കും. അതിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റയിലെ കൂട്ട് നിൽക്കുന്നുണ്ട്, യൂട്യൂബിലെയും സഹായിക്കുമെന്ന് കഴിയും. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളുടെ ഗോഡസ് വെള്ളത്തിലിറങ്ങി. ഇപ്പോൾ വെള്ളവുമായിട്ടുള്ള ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഭയമില്ലെങ്കിൽ ഇറങ്ങി. സോ എങ്ങനെയുണ്ട് എൻ്റെ റിസോർട്ട് വ്ളോഗിലെ നീന്തൽ? കൊള്ളാമോ? കേൾക്കാമോ? ആദ്യം ഞാൻ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ശോകമായിരുന്നു. ഇപ്പം തരക്കേടില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും? കൊള്ളാമോ? സോ ഞാൻ കുറച്ചേരം നീന്തട്ടെ. നിങ്ങളും വരുന്നെങ്കിൽ വരൂ. ഇനിയൊരു ഫോട്ടോയും കൂടെ എടുക്കാം. ഗോഡസ് നീന്തൽ എൻജോയ് ചെയ്യുവാണ്. നിങ്ങളെങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഡൈവ് അടിക്കാൻ പറ്റൂല, കുഞ്ഞി റിസോർട്ട് പൂളാണ്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ധനുഷ്കോടിയിലെ റിസോർട്ടിൻ്റെ ഒരു എൻജോയബിൾ മൊമെൻറ്റ്സ് ആണ്. സോ ഐ ആം എൻജോയിങ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്യുന്നവരെല്ലാം എൻ്റെ വ്ളോഗ്സ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലെ ഇനിയും വരാൻ പോകുന്നുണ്ട്, യെറ്റ് ടു കം. സോ പ്ലീസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ധനുഷ്കോടി വ്ളോഗ്. അപ്പോൾ എൻജോയ് ചെയ്യുക. ഞാനിതിൽ കുറച്ച് റീൽസ് എടുക്കട്ടെ.
സോ ഇതാണ് ഞാൻ റീൽസും വീഡിയോ എടുത്ത പൂള്. എൻ്റെ റിസോർട്ടിലെ തന്നെ പൂളാണ്, ഒരു കുഞ്ഞു പൂള്. പക്ഷേ ആദ്യം സ്വിമ്മേഴ്സ് അല്ലാത്തവർക്ക് നീന്തി പഠിക്കാൻ പറ്റിയതാണ് കേട്ടോ. സോ ഗോഡസ് രാത്രിത്തെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമ്മുടെ ലൈറ്റ് ഇട്ട ഇത് കണ്ടോ, രാത്രിത്തെ നമ്മുടെ റിസോർട്ട് ലൈറ്റ് തെന്നിത്തെറിച്ച് കിടക്കുന്നു. ഫുഡ് അടിച്ചിട്ട് വരാം. ദേശം പാൻറ് മാത്രം ഞാൻ പിങ്ക് ആക്കി, ടോപ്പ് അന്നപ്പോൾ തന്നെ. മറ്റേ കട ഇല്ല കേട്ടോ, അത് അടച്ചു. ഇനി എവിടെ തിന്നാൻ കിട്ടുമെന്നുള്ളത് നോക്കണം. ഇരുട്ടത്ത് കുറച്ച് സൊറ പറയാൻ ടിയാസ്. അപ്പോൾ ഈവനിങ് ആയാൽ നിങ്ങൾ കോഫിക്ക് ഇവിടെ ബുദ്ധിമുട്ടും. കാരണം ആ ഉച്ചയ്ക്ക് നമ്മൾ എതിർവശം കണ്ട റെസ്റ്റോറൻറ്റ് അടച്ചിട്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വേറെ ഏതൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെയാണ് രാത്രി അവർക്ക് ഡിമാൻഡ് കൂടുതലെന്ന് തോന്നുന്നു. സോ കോഫിക്ക് വൈകിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടും ഈ റിസോർട്ടിൻ്റെ എതിർവശം. പിന്നെ 2 കിലോമീറ്റർ പോയാലേ കിട്ടൂ. ബാക്കിയൊന്നും കുഴപ്പമില്ല, കൊള്ളാം. സോ നൈറ്റ് നമ്മൾ ധനുഷ്കോടി ഹൈവേ കൂടെ നടക്കുവാണ്. ഹോട്ടൽസ് എല്ലാം അടവാണ്. ചിലപ്പോൾ 2 കിലോമീറ്റർ പോകേണ്ടി വരും. നോക്കട്ടെ, ഇല്ലെങ്കിൽ മറ്റേ ലെവനെ തന്നെ ഉച്ചയ്ക്ക് ഒരാൾ നമ്പർ മേടിച്ചിരുന്നു, അയാളെ തന്നെ വിളിക്കാം, നോക്കാം. KPS ഫുഡെന്ന് കാണുന്നു, പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. അതല്ലെങ്കിൽ ആ ക്ലപ്റ്റൺ ചിക്കനിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് തിന്നും. നമ്മളിപ്പോൾ APS-ലെത്തി. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും. എന്താ പുറകെ കാണുന്ന ആ ഹോട്ടലാണ് APS. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിന്നാനുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ ക്ലപ്റ്റണിൽ പോവാം. What is there to eat? சாப்பிடுறதுக்கு என்ன இருக்கு? மீன் குழம்பு சாப்பாடு, சப்பாத்தி, பரோட்டா, பிஸ்கட். Then give that 65 that chicken. அது சப்பாத்தியா? ஃபுல் பிளேட் சப்பாத்தி. സോ നമ്മൾ ഗ്രീൻ ലീഫ് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് ഇല്ലാന്ന് ആദ്യമേ പറഞ്ഞു. നൈറ്റ് വ്ലോഗിലേക്ക് സ്വാഗതം, ഡേ 2-ൻ്റെ. അപ്പോൾ APS സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ അവിടെ ചപ്പാത്തി ഓർഡർ ചെയ്തു, 2 ചപ്പാത്തി. പൊറോട്ട എനിക്കിഷ്ടമല്ല, വയറ് ഭയങ്കരമായിട്ട് വീർത്ത് കിട്ടും. പിന്നെ ചിക്കൻ 65, പിന്നെ മീനിൻ്റെ കുറച്ച് ഗ്രേവി ഓർഡർ ചെയ്തു. കോഫി ഇവിടെ കിട്ടത്തില്ല, 2 കിലോമീറ്റർ പോകണമെന്ന് പറയുന്നു, നോക്കണം. ഇച്ചിരി മീൻ ചാറൊഴിച്ച് ഇന്നൊരു പിടി പിടിക്കാം. കോഫിക്ക് വേണ്ടി ഇനി അങ്ങ് വരെ പോകാൻ വയ്യ, നോക്കാം. പറ്റുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ 2 കോഫി മേടിച്ച് കുടിക്കാം. നിങ്ങളെല്ലാം ഡിന്നർ കഴിച്ചോ? ചിക്കൻ 65. ചിക്കൻ 65. ചിക്കൻ 65. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്.
കഴിച്ച് തീർക്കട്ടെ എന്നിട്ട് കാണാം. അന്നേരം ഗോഡസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി പുറത്തോട്ട് ഇറങ്ങി ബാക്കി വിശേഷം പറയാം. നമ്മുടെ റിസോർട്ട് കാണുന്നു. ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഗ്ലെയർ അടിക്കും. APS റെസ്റ്റോറൻറ്റ് അത്ര വലിയ വൃത്തിയുള്ള റെസ്റ്റോറൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇലയിൽ പുഴു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരികയുണ്ടായി. ഞാനത് ഇതിൽ ഇടാത്തതാണ്, എൻ്റെ ഇലയിൽ വീഡിയോസ് ഉണ്ട്. പിന്നെ വേണ്ടാന്ന് വെച്ചു, വ്ളോഗിലുണ്ട്. പക്ഷെ പറയുവാണ് ഈ ഇലയൊക്കെ തരുന്ന ഹോട്ടൽ വൃത്തിയായിട്ട് കഴിയുന്നുണ്ടോ നോക്കുക. പിന്നെ അവരവരുടെ തെറ്റ് അംഗീകരിച്ചു, സോറി പറഞ്ഞു. അതിലെനിക്ക് അവരോട് വലിയ മതിപ്പേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും തെറ്റ് പറ്റും, പക്ഷെ അത് തിരുത്തിയിട്ട് സോറി പറയാനുള്ള മനസ്സ്. പിന്നെ എനിക്കൊരു എക്സ്ട്രാ ചപ്പാത്തിയും കൊണ്ടുവന്ന് തന്നു. സോ മനുഷ്യത്വം ഇച്ചിരി ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ, വൃത്തിയില്ലായിരുന്നെങ്കിൽ. ബൈ. അവർ സോറി പറയാനുള്ള സന്മനസ് കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ വ്ളോഗിൽ ഫ്ലാഷ് ആക്കാത്തത്. അല്ലാത്ത വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ തെറ്റ് സോറി പറയുമ്പോൾ ക്ഷമിക്കണമല്ലോ. പിന്നെ വ്ളോഗ് കണ്ടതിന് നന്ദി. അടുത്ത വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. സോ അടുത്ത വ്ളോഗിനായിട്ട് കാത്തിരിക്കുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെക്കുക. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ഗോഡസ്.